നമ്മൾ ഒന്നുകൂടി ഖത്തറിലേക്ക് പോവുകയാണ്. അവിടെ വീണ്ടും അലർട്ട് മെസ്സേജ് ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ള വിവരങ്ങൾ അലർട്ട് മെസ്സേജ് ജനങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ പലയിടങ്ങളിൽ നിന്നും ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. അബ്ബാസ് മുഹമ്മദ് ഉണ്ട്. അബ്ബാസ്, ആളുകൾക്ക് വീണ്ടും അലർട്ട് മെസ്സേജ് ലഭിക്കുകയാണോ ഈ മണിക്കൂറുകളിലും? ദിവ്യ, നമ്മൾ നേരത്തെ ഈ ഒരു അലർട്ട് വാർണിംഗ് മെക്കാനിസത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. നമ്മൾ ഈ ലൈവ് തുടങ്ങി നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ തന്നെ 2 തവണയാണ് നമ്മുടെ മൊബൈലിലേക്കൊക്കെ ഇത്തരം മെസ്സേജുകൾ വന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മെസ്സേജ് എമർജൻസി അലർട്ട് എന്ന് പറയുന്ന മെസ്സേജിൽ പറയുന്നത് ആൾ ഇൻഡിവിജ്വൽസ് ആർ റിക്വയർഡ് ടു റിമെയിൻ അറ്റ് ഹോം. വീട്ടിൽ തന്നെ എല്ലാവരും നിലകൊള്ളണം. ഓർ ഇൻ എ സേഫ് പ്ലേസ്, അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കണം. ആൻഡ് നോട്ട് ടു ഗോ ഔട്ട് എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് എക്സ്ട്രീം നെസസിറ്റി അണ്ടിൽ ദ ഡേഞ്ചർ ഹാസ് പാസ്ഡ്. ഈ ഒരു അപകടം തരണം ചെയ്യുന്നത് വരെ, അത് ഒഴിഞ്ഞു പോകുന്നത് വരെ ഒരു ഘട്ടത്തിൽ പോലും അത്യാവശ്യ ഘട്ടങ്ങൾക്കല്ലാതെ പുറത്തു പോകരുത് എന്നുള്ളതാണ് മെസ്സേജ്. ഈ മെസ്സേജ് ഇന്നലെ ധാരാളമായിട്ട് ഒരുപാട് നമ്മുടെ എല്ലാവരുടെയും മൊബൈലിലേക്ക് വന്നു. ഇങ്ങനൊരു വേവ് ഓഫ് അറ്റാക്ക് എന്നുള്ളതാണ് ഇതിനെ ഡിഫൻസ് മന്ത്രാലയം വിശദീകരിക്കുന്നത്. അഥവാ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഒരൊറ്റ ആക്രമണമല്ല ഉണ്ടാവുക, അതിൻ്റെ പിന്നാലെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുക. ഇതിനാണ് വേവ് ഓഫ് അറ്റാക്ക്. ഈ ആക്രമണത്തിൻ്റെ ഒരു തരംഗം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഇങ്ങനെ ഈ വേവ് ഓഫ് അറ്റാക്കുകളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഒരു തവണ തന്നെ ഒരു വേവ് ഓഫ് അറ്റാക്കിൽ 8 or 10 ഒക്കെ തവണ, ചില സമയത്ത് 5 തവണ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഒക്കെ 11 തവണ ഉണ്ടായി എന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ടുകൾ, അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വേവ്സ് ഓഫ് അറ്റാക്കാണ് ഇവിടെ നടക്കുന്നത്. പൊതുവെ ഇങ്ങനെ ഒറ്റപ്പെട്ട ആക്രമണങ്ങളല്ല, ഒറ്റപ്പെട്ട മിസൈൽ അല്ല ഇങ്ങോട്ട് വരുന്നത്. അത് എല്ലായിടത്തേക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ വേവ് ഓഫ് അറ്റാക്കുകളാണ്. ഇങ്ങനെ എത്രാമത്തെ വേവ് ഓഫ് അറ്റാക്ക് ആണെന്നുള്ളത് കൃത്യം അത് ആഭ്യന്തര മന്ത്രാലയം നമ്മളോട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എത്ര വേവ് ഓഫ് അറ്റാക്ക് ഉണ്ടായി എന്നുള്ളത്. ഇങ്ങനെ ഈ വേവ് ഓഫ് അറ്റാക്ക്, ഈ ആക്രമണത്തിൻ്റെ തരംഗം ഉണ്ടാകുന്നതിന് മുമ്പാണ് സ്വാഭാവികമായിട്ട് ഇങ്ങനെ മെസ്സേജ് വരാറുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട മെസ്സേജാണ്. എല്ലാവരുടെ മൊബൈലിലേക്കും, മൊബൈലുള്ള എല്ലാ തരത്തിലുള്ള മൊബൈലിലേക്കും ഈ ഒരു സന്ദേശം വരാറുണ്ട്. ഇത് കർശനമായി പാലിക്കണമെന്ന് തന്നെയാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. അതിൽ നേരത്തെ നമ്മൾ ഏറെ നേരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റേ ഇൻഡോർ എന്നുള്ളതാണ്. നിലവിൽ ഇവിടെ പല ഓഫീസുകളും പ്രവർത്തിക്കുന്നില്ല. ഇന്നലെ തന്നെ ഓഫീസുകൾക്ക്, സർക്കാർ ജീവനക്കാർക്ക് ഇവിടെ റിമോട്ട് വർക്കായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ജോലി ചെയ്യാം എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ ആളുകൾക്ക്, പല ആളുകളും വളരെ അത്യാവശ്യമുള്ള ആളുകൾ മാത്രമാണ് സ്വകാര്യ മേഖലയിൽ ജോലിയിലുള്ളത്. അതുപോലെ തന്നെ ഇന്നു മുതൽ സ്കൂളുകൾ ഓൺലൈനിലാണ് എന്നുള്ളത് കൂടിയുണ്ട്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് തുടരെ ലഭിക്കുകയാണ്. ഖത്തറിലെ ആളുകൾക്ക് ഒരറിയിപ്പുണ്ടാകുന്നതുവരെ അടിയന്തര സാഹചര്യത്തിലല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന നിർദ്ദേശം. വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകും എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു മുൻകരുതൽ എടുക്കുകയാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളും. പക്ഷേ തുടരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ദോഹയിലും ബഹ്റൈനിലും അതുപോലെ തന്നെ ഖത്തറിലുമൊക്കെ തുടർച്ചയായി ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. ഡ്രോൺ ആക്രമണങ്ങൾ തകർക്കുന്നു. അതിന്റെ ഒരു ആശങ്കയിൽ തന്നെയാണ് പശ്ചിമേഷ്യ ഒന്നാകെയുള്ളത്. വീണ്ടും മുന്നറിയിപ്പുമായി ട്രംപ് എത്തുകയാണ്. ഇറാൻ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ശക്തമായ മറുപടി ലഭിക്കും എന്ന മുന്നറിയിപ്പും താക്കീത് നൽകുകയാണ് ട്രംപ്. സ്ഥിതി ആശങ്കാജനകമാവുകയാണ്. എന്താണ് ഇനി എത്ര നാൾ ഈ ഒരു സ്ഥിതി തുടരും, എന്താണ് ഇതിന്റെ ഒരു പരിഹാരം എന്ന ആശങ്കാജനകമായ ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. നമുക്ക്